മേരി ജോർജ് മാഡം, വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് മാഡം നൽകുന്ന ഉപദേശം എന്താണ്? എനിക്ക് അദ്ദേഹത്തോട് ഉപദേശം കൊടുക്കത്തക്ക രീതിയിലുള്ള പ്രാഗൽഭ്യമൊന്നുമില്ല. പക്ഷേ ഈ സംസ്ഥാനത്ത് ഇത്ര കാലം ജീവിച്ച ഇവിടുത്തെ ധനസ്ഥിതിയും ഇവിടുത്തെ എല്ലാ, അതായത് കാർഷിക, വയനാട് ജില്ല പോലെയുള്ള ഒരു ജില്ലയിൽ നിന്നാണ് ഞാനും തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കേരളത്തെ സമഗ്രമായിട്ട്, പിന്നെ ഞാൻ ഒരുപാട് പ്രോജക്റ്റ് വർക്കുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഒക്കെയായി ചെയ്തിട്ടുണ്ട്. PhD വർക്ക് ചെയ്തത് തന്നെ പാലക്കാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കോട്ടയം ജില്ലയിലും ചുറ്റിക്കറങ്ങിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ അനുഭവ സമ്പത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ കേരളം ഒരു നല്ല, അതായത് വിളവ് നൽകുന്ന ഖനിയാണ്. ഈ ഖനി വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രിമാരുടെ ശൃംഖലയിൽ ശ്രേഷ്ഠ സ്ഥാനത്തേക്ക് മിസ്റ്റർ സതീശന് ചെന്നിരിക്കാൻ ഒക്കും, സിംഹാസനാരൂഢനാകാൻ പറ്റുമെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. ശരിക്കും ഈ കടത്തിൽ മുങ്ങിക്കിടക്കുന്ന കേരളത്തെ രക്ഷിക്കാൻ എന്തൊക്കെ പദ്ധതികളാണ് ധനകാര്യ വിദഗ്ധ എന്ന രീതിയിൽ സതീഷിന് മുന്നിൽ മാഡത്തിന് പറയാനുള്ളത്? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതായത് കിഫ്ബി വഴിയായിട്ടാണ് ഈ കടം, അതായത് സംസ്ഥാന ബജറ്റിനകത്ത് എടുക്കാവുന്ന കടം GSDPയുടെ, അതായത് ആഭ്യന്തര മൊത്തം വരുമാനത്തിൻ്റെ 3% മാത്രമാണ്. അതിൽ കൂടുതൽ വേണമെങ്കിൽ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിക്കണം, ധനമന്ത്രാലയം അംഗീകരിക്കണം. സാധാരണ 3%. അത് ഏകപക്ഷീയമായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചതല്ല, പാർലമെൻറ്റിലൂടെ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് വഴി 2002 എടുത്ത തീരുമാനമാണ്. അപ്പോൾ ഈ 3%, പക്ഷേ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ കടം തന്നെ എടുത്തോളൂ, ആ കടം തന്നെ 3%-അധികമാണ്. അതുപോലെ സഞ്ചിത കടം നമ്മുടെ സംസ്ഥാന ആഭ്യന്തര വരുമാനത്തിൻ്റെ 29% കൂടാൻ പാടില്ല എന്നാണ് FRBM ആക്ട് നിഷ്കർഷിക്കുന്നത്. പക്ഷേ അത് ഇപ്പോൾ ഈ അടുത്ത നാളിൽ ശ്രീ ബാലഗോപാൽ ഒരു ബജറ്റ് കൊണ്ടുവന്നിരുന്നല്ലോ, ആ ബജറ്റ് ഡോക്യുമെൻ്റ് എടുത്തു നോക്കിയാലും 29% നിന്ന് വളരെ മുകളിൽ 33.67% നിൽക്കുന്നത്. അപ്പം അത് പാടില്ല. ഈ ബജറ്റിനകത്ത് തന്നെ കടം കൊള്ളാൻ ശ്രമിക്കണം. അങ്ങനെ ബജറ്റിനകത്ത് 3% കടത്തിലേക്ക് ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ ഈ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യും? അവിടെയാണ് ഞാൻ പറയുന്നത് മിതവ്യയം പാലിക്കണം. അതായത് ഇപ്പോൾ ഒരുപാട് കിഫ്ബി വഴി ഒരുപാട് ബിൽഡിങ്സൊക്കെ, സ്കൂൾ ബിൽഡിങ്സ്, റോഡ്സ്, അത് ഇതൊക്കെ ചെയ്തു. നമ്മൾ കണ്ടു കടലുണ്ടിയിലൊക്കെ പാലം പണിതുകൊണ്ടിരിക്കുമ്പോൾ ആ പാലം ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നത്. അപ്പോൾ ഈ പറയപ്പെട്ട കൺസ്ട്രക്ഷനൊക്കെ, കിഫ്ബി വഴിയുള്ള കൺസ്ട്രക്ഷനൊക്കെ എത്ര സുരക്ഷിതമായ കൺസ്ട്രക്ഷനാണ്, എത്ര കറപ്ഷൻ ഇല്ലാത്ത കൺസ്ട്രക്ഷനാണ് എന്നതിൻ്റെ തെളിവാണ് അങ്ങനെയൊക്കെ പാലങ്ങളൊക്കെ താഴേക്ക് പോരുന്നത്. അതുപോലെ എവിടെയൊക്കെ റോഡ് വിണ്ടു കീറുന്നതും താഴോട്ട് പോകുന്നതും ഒക്കെ സംഭവങ്ങളുണ്ട്. ഒരു 100 സംഭവങ്ങൾ എനിക്ക് പറയാൻ പറ്റും, ഞാൻ പറയുന്നില്ല, ഈ സമയമില്ലാത്തത് കൊണ്ട്. അപ്പോൾ അങ്ങനെ ഒക്കെ പോകാതെ കാര്യക്ഷമതയോടുകൂടി ഈ 3% ബജറ്റിനകത്തെടുക്കുന്ന 3%, പക്ഷേ മൂലധന ഉപയോഗത്തിന് മാത്രം ഉപയോഗിക്കണം. CAG റിപ്പോർട്ട് എടുത്തു നോക്കണം. അപ്പോൾ അറിയാം, കടമെടുക്കുന്നത് ഏത് രാജ്യത്താണെങ്കിലും ഏത് സംസ്ഥാനത്താണെങ്കിലും കടം കൊള്ളുന്നത് തെറ്റല്ല. കടം കൊള്ളുന്നത് ബജറ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കടം കൊള്ളാം. ആ കടം മൂലധന ഉപയോഗത്തിന് വേണ്ടി മാത്രം വേണം. പക്ഷേ കേരളത്തിൽ എന്താ ചെയ്യുന്നത്? CAG എന്താ പറഞ്ഞിരിക്കുന്നത്? കേരളത്തിൽ കടം മേടിക്കുന്നതിൻ്റെ 98% പലിശ കൊടുക്കാനാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൂലധനത്തിലേക്ക് എത്ര പോകുന്നുണ്ട്? അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ വരരുത്. ഇതൊക്കെ കൃത്യമായ അളവിൽ മനസ്സിലാക്കിക്കൊണ്ട്, ഇത് ഫിനാൻസിൽ എക്സ്പെർട്ടീസ് ഉള്ള ആൾക്കാർ ഫിനാൻസ് വകുപ്പിൽ തന്നെ ഉണ്ട്. അത്തരക്കാരോടൊക്കെ ചേർന്ന് അത് സതീശന് തന്നെ ഇത്തരം കാര്യങ്ങൾ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആകാൻ പോകുന്ന സതീശന് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇങ്ങനെ പോകാതെ, ഈ കിഫ്ബിയൊക്കെ വഴി പോകാതെ ബജറ്റിനകത്തെ കടമെടുക്കുക. അത് 101% മൂലധന നിക്ഷേപത്തിന് വേണ്ടി മാത്രം മാറ്റിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? എന്താണ് ഈ ചെലവുകൾ അനുദിന, അതായത് ഒരു റവന്യൂ കമ്മി, അതായത് ആ FRBM ആക്ട് തന്നെ നിഷ്കർഷിക്കുന്നത് റവന്യൂ കമ്മി 0 ആക്കണം എന്നാണ്. പക്ഷേ നമ്മുടെ കഴിഞ്ഞകാല ബജറ്റുകളൊക്കെ നോക്കുക, റവന്യൂ കമ്മി ഒരു 3%-നും 2%-നും ഇടയ്ക്കാണ്. ആ റവന്യൂ കമ്മി ഇല്ലാതെയാക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ചെലവുകളിലെ മിതവ്യയം, അത്യാവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ചെലവഴിക്കുക.
അപ്പോൾ അത്യാവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ഇങ്ങനെ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഈ റവന്യൂ ചെലവിൻ്റെ പ്രത്യേകത എന്താണ്? റവന്യൂ ചെലവ് റിക്കറിങ് ആണ്, അതായത് വീണ്ടും വീണ്ടും തല ഉയർത്തി വരുന്നതാണ് റവന്യൂ ചെലവ് എന്ന്. അതായത് ശമ്പളം, പെൻഷൻ, പലിശ, ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട റവന്യൂ ചെലവ് എന്ന് പറയുന്നത്. പിന്നെ നിത്യനിദാന ചെലവുകളുമുണ്ട് ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ ഈ ശമ്പളം, പെൻഷൻ, പലിശ, ഇതിനെ മൂന്നിനെയും നിയന്ത്രിക്കാൻ ഗവൺമെൻറ്റിന് കഴിയണം. എന്ന് പറഞ്ഞാൽ ഈ 5 വർഷ ശമ്പള പരിഷ്കരണം ഒന്ന് പുനഃപരിശോധിക്കണം. എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളതുപോലെ 10 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം. അതുകൊണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥരെ ആരെയും, സർക്കാർ ജീവനക്കാരെ ആരെയും വിഷമിപ്പിക്കാനല്ല അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ ശമ്പള പരിഷ്കരണം കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത 12ാം ശമ്പള കമ്മീഷനെ നിയമിച്ചിരിക്കുക. പക്ഷേ കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിശ്ചയിച്ച ശമ്പളത്തിൻ്റെ ഗഡുക്കളെല്ലാം ഇപ്പോഴും കുടിശ്ശിക ഇപ്പോഴും കിടക്കുകയാണ്. 5 വർഷമായിട്ട് കിട്ടാത്ത കുടിശ്ശിക കയ്യിൽ അന്നേ കിട്ടിയിരുന്നെങ്കിൽ അത് ബാങ്കിലിട്ടാൽ കിട്ടുമായിരുന്ന പലിശ മാത്രം നോക്കിയാൽ മതി സർക്കാർ ജീവനക്കാർക്കുണ്ടാകുന്ന നഷ്ടം എത്രയാണെന്ന്. ആ നഷ്ടം വരാതിരിക്കാൻ എന്താ വേണ്ടത്? ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ്, അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്ത്, ഡിസഡ്വാൻറ്റേജസ് എന്നുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ആ സർക്കാർ ജീവനക്കാർ വിളിച്ചിരുത്തുന്ന ഒരു കമ്മിറ്റിയിൽ എന്നെ വിളിച്ചാൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. സർക്കാർ ജീവനക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. കാരണം നമ്മുടെ ഈ ധനപ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ശമ്പള പരിഷ്കരണം 10 വർഷത്തേക്ക് ആക്കി കഴിഞ്ഞാൽ ആദ്യത്തെ 4-5 വർഷം കൊണ്ട് ധനപ്രതിസന്ധി പതുക്കെ ഓവർകം ചെയ്യും. അത് കഴിഞ്ഞാൽ ശമ്പള പരിഷ്കരണം നടത്തിയ കൃത്യമായിട്ട് അതത് മാസം തന്നെ കിട്ടേണ്ട വർദ്ധിച്ച ശമ്പളം കിട്ടും. അത് എത്രയോ നല്ലതാണ്. ഇതുപോലെ കുടിശ്ശിക എന്നും പറഞ്ഞ് സമരവും ബഹളവും ഒക്കെ ആയിട്ട് നടക്കുന്നു, ഖജനാവ് കാലിയാകുന്നു. അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിൽ നിന്ന് സംസ്ഥാനത്തെ ഒരു നല്ല ധന പൊസിഷനിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ ശമ്പള പരിഷ്കരണം പുനഃപരിശോധിക്കേണ്ടി വരും. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിചാരിക്കുന്നത് സർക്കാർ ജീവനക്കാർ എഗൻസ്റ്റ് ആകും. അത് അവർ സത്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ജീവനക്കാർ സർക്കാരിനെതിരാവേണ്ടതല്ലേ? കേന്ദ്ര ജീവനക്കാർ, അവർക്കും 10 വർഷത്തിലൊരിക്കലല്ലേ ശമ്പള പരിഷ്കരണം. അപ്പോൾ അത് അബദ്ധമാണ് അങ്ങനെ ധരിക്കുന്നത്. അങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ശരിയായി ധരിപ്പിക്കുക. ശരിയായി ധരിപ്പിച്ചിട്ട് ശമ്പള പരിഷ്കരണത്തിൽ എൻ്റെ ഡേറ്റിൽ മാറ്റം വരുത്തുക. അതാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട റിക്വസ്റ്റാണത്. അതിനെ നീതീകരിച്ച് പറയാൻ, അതായത് അതിലെ യുക്തി അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മനസ്സിലാകും അതിലെ യുക്തി. ഇനി എന്തെങ്കിലും യുക്തി കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഐ ആം റെഡി ടു ഹെൽപ്പ് ഹിം.